എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. ആ ബോണി വാ, കറുത്ത ഷർട്ട് ഗോൾഡൻ സമ്മാനം എനിക്കായിരിക്കുമല്ലോ അല്ലേ? അച്ഛനാ. ആ കൊള്ളാം, താങ്ക് യു. ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കും, കഴിഞ്ഞ തവണ അച്ഛൻ എനിക്ക് സമ്മാനം തന്നല്ലോ. ഓ ആ താങ്ക് യു. ആ എന്താണാവോ സമ്മാനം? അച്ഛൻ നോക്ക്. ബോണി ഇതെനിക്കുണ്ട് ബോണി. ഇതുപോലത്തെ മാതാവോ? ഇതിലും നല്ല മാതാവുണ്ട്. ആണോ? ഞാനിത് വളരെ സ്പെഷ്യൽ ആണെന്ന് കരുതി അച്ഛന് കൊണ്ടുവന്ന് തന്നതാ. എവിടെ വേറെ എങ്ങനത്തെ അച്ഛൻ്റെ? ഇതിലും 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 ഒരുപാട് നല്ല അമ്മ. ആണോ? എന്നല്ല, ഒരു സ്വരൂപം. അതെങ്ങനെയാ? ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആണോ? പള്ളിയില്? മനസ്സിൽ, ഹൃദയത്തിൽ അല്ലേ? മരിയാംബികെ മനതാരിൽ നീ, മറയാത്ത മഴവില്ലല്ലോ. അങ്ങനെ ഒരു പാട്ട് മനസ്സിലാ, എൻ്റെ മനസ്സിലാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിൽ. അച്ഛാ എനിക്ക് കാപ്പിയാണോ? ഇതേ ഉള്ളൂ. അല്ല, അച്ഛൻ കുടിച്ചതല്ലേ? ബോണി ഇത് കാപ്പിയൊന്നുമല്ല ബോണി, ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്രൂട്ട് ഞാൻ കൊണ്ടുവന്ന് ഇത് എൻ്റെ അധ്വാനത്തിൽ നിന്നും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ക്രൂവിലുള്ളവരെ എല്ലാം കൊതിപ്പിച്ചുകൊണ്ട്, അനേകായിരങ്ങളെ കൊതിപ്പിച്ചുകൊണ്ട്, ക്യാമറ ചലിപ്പിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സംവിധായകരെയും കട്ട് പറയാൻ സമ്മതിപ്പിക്കാതെ ഈ കുരു മാത്രം കട്ട് ചെയ്ത് നമ്മൾ എൻ്റെ പള്ളിയിൽ എൻ്റെ അധ്വാനത്തിൽ നിന്നുണ്ടായ ഒരു പഴത്തിൻ്റെ അറ്റം ഇത്രയും നമ്മളിപ്പോൾ എടുക്കും, ബാക്കി നമ്മൾ അവർക്ക് പിന്നെ കൊടുക്കും. കഴിച്ചു നോക്കിയേ. എൻ്റെ വിയർപ്പാ വളം. അച്ഛാ സൂപ്പർ. ഒരു എന്താ പറയണ, തേനൂറുന്ന രുചി. അമ്മേ തേൻ ചോരും സ്വർഗീയ കനി നീ. ഇതിനേക്കാളൊക്കെ എത്രയോ തേൻ ചോരുന്ന കനി. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. എനിക്ക് ശരിക്കും അതുകൊണ്ടായിരിക്കും പള്ളിപ്പറമ്പിൽ ഈ തേനൂറുന്ന രുചി അല്ലേ. 10-15 പഴങ്ങൾ എൻ്റെ പള്ളിയിലുണ്ട്. അതിൽ ഈ പഴം, ഈ സർപ്പോട്ട കഴിക്കുമ്പോൾ എൻ്റെ മനസ്സ് ശരിക്കും ഈ തേനുള്ള രുചിയല്ലേ. അങ്ങനെ ആയിരിക്കും എഴുതി വെച്ചത്. അമ്മേ തേൻ ചോരും സ്വർഗീയ കനി നീ. ശരിക്കും ഈ പാട്ടിലുണ്ടല്ലേ ആ വരി? ആ വരി ഇതിനകത്തുണ്ട്. ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഞാൻ പ്രേമിനോട് സംസാരിച്ചപ്പെട്ടത് ഈ വരി പാട്ട് ഇവിടെ കിടപ്പുണ്ട് എല്ലാവരുടെയും മനസ്സിൽ. മരിയാംബികെ മനതാരിൽ നീ, മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. മാധവനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഒരു സ്പ്രിങ്ങയിലിരുന്ന് പാടുന്ന പോലെ എനിക്ക് തോന്നുന്നു. സ്പ്രിങ്ങയിലിരുന്ന് പാടുന്ന പോലെ. കാരണം അമ്മ ഇങ്ങനെ എന്നെ ഇങ്ങനെ പൊക്കി 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 നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും നന്ദി പറഞ്ഞു തീരാത്ത ഒരു സ്വർഗീയ അനുഭവം. ആരോരുമില്ലാത്ത നേരങ്ങളിൽ, കണ്ണീരു തൂകുന്ന യാമങ്ങളിൽ, ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയ ഭക്തി ഉണ്ടാക്കാനും മാതാവിൽ ആശ്രയിക്കാനും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കൈക്കുടന്നയിൽ ഈ മാതാവിനെ എടുത്തു പിടിക്കുന്നതിനേക്കാൾ കരൾക്കുടന്നയിൽ എടുത്തു പിടിക്കുന്നതാണ് സന്തോഷം. ഇതിനൊക്കെ അപ്പുറം അമ്മ നമ്മുടെ ഉള്ളിൽ ഒരു സഹരക്ഷക സ്ഥാനത്ത് നിന്ന് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് ഉന്തി കൊണ്ടുപോകുന്ന ആളത്വമാണ് പുറകെ നിൽക്കുന്ന. ശരിക്കും വലിയൊരു പാഠമാണ് അച്ഛാ. മാതാവിൻ്റെ ഒരു ഭക്തി പറയുന്നതിനേക്കാൾ ഉപരി മാതാവിനെ ഹൃദയത്തിൽ വഹിക്കുക എന്നുള്ളതാണ്
നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടത്. അത് മാതാവിനെ പട്ടണിയിക്കുക, പഴുവണിയിക്കുക. അതിനപ്പുറത്ത് അമ്മയോടൊപ്പമുള്ള ഒരു തിയോളജി, അമ്മയോടൊപ്പമുള്ള പ്രസ്ഥാനം, അമ്മയോടൊപ്പമുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് പ്രധാനപ്പെട്ടത്. മറിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ, ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂകുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം, ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മറിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആരോ ഒരു സ്വയമേറ്റ, ആരും അടിച്ച് ഇടിച്ച് സെമിനാരിയിലോ കന്യാകാലയത്തിലോ പിടിച്ചു കെട്ടാതെ നിർബന്ധിക്കാതെ സ്വയമായി ഏറ്റെടുത്തൊരു വ്രതമാണ് ഞാൻ എന്നെ നിനക്ക് സമർപ്പിക്കുമെന്നത്. അങ്ങനെ ഒരു സമർപ്പണം ബോണി ചെയ്താൽ ബോണിയുടെ ശുശ്രൂഷ വിജയിക്കും. അതായത് ആർക്കും വേണ്ടിയല്ലാതെ സ്വയമായിട്ടൊരു വ്രതം എടുക്കണം. ഒരു ആരും ബോണി ഒന്ന് പോഷിക്കേ, ഷാജിച്ച ഇന്ന് പ്രാർത്ഥിക്കേ, പോയിരുന്ന് രാത്രി ജാഗരണ പ്രാർത്ഥന നടത്തും. അങ്ങനെ ആരുടെയും നിർബന്ധമോ നിർദ്ദേശമോ ഇല്ലാതെ ഒരാൾ ആത്മാവിൻ്റെ കൃപയുടെ നിർദ്ദേശം അനുസരിച്ച് സ്വയം ഏറ്റെടുക്കുന്ന ചില വ്രതങ്ങൾ അമ്മ നമ്മളെ സഹായിക്കും. കൃപയാർന്ന നൽ പൂങ്കാവനമേ വ്രതമേറ്റ വിൺ അടിയാട്ടി നമ്മൾ പറഞ്ഞതാ, എന്നാലും ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. അടിയാട്ടി ദാസി കേവലം അടിയും തല്ലും കിട്ടുന്നവൾ. നൃപ്പനേശുവിൻ പ്രിയനായി ഞാൻ ഇനി മാറുവാൻ. എം ജി ഇങ്ങനെ പാടുമ്പോഴേ ഭയങ്കര സമാധാനം. ഇങ്ങനെ ഉള്ളിൽ നിന്ന് നൃപനേശുവിൻ്റെ രാജാവായ ദൈവമേ, നിൻ്റെ ഒരു പ്രിയനാകുവാൻ സ്വന്തമായി ചില വ്രതങ്ങളും നിഷ്ഠകളും ഏറ്റെടുത്ത, ചില വില കൊടുത്ത, ആരും അറിയാത്ത ചില വ്രതങ്ങൾ രഹസ്യമായി അനുഷ്ഠിക്കുന്ന എന്നെയും എൻ്റെ പ്രസ്ഥാനത്തെയും എൻ്റെ കുടുംബത്തെയും നീ നൃപനേശുവിൻ്റെ രാജാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് അമ്മ വഴി ഒരു ക്രെയിനിലെന്ന വണ്ണം പിടിച്ച് ഉയർത്തും. അച്ഛൻ പറഞ്ഞ വാക്കുകൾ ആരും അറിയാതെ സ്വയം ഏറ്റെടുക്കുന്ന ചില വ്രതങ്ങൾ, നിർബന്ധിക്കാതെ ഏറ്റെടുക്കുന്ന ചില വ്രതങ്ങൾ, ചില നിഷ്ഠകൾ അതിന്ന് അന്യം നിന്ന് പോകുന്നുണ്ട്. പലതും നിർബന്ധം കൊണ്ട് ആയിപ്പോകുന്നു പല കാര്യങ്ങളും. പരക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ബോണി ശാലോം പോലെയുള്ള ദൈവിക ചാനലുകളുടെ പ്രസിദ്ധീകരണങ്ങളുടെ അനാഥാലയങ്ങളുടെയൊക്കെ ഗ്ലോറിയുടെ പിന്നിൽ ഇതുപോലെ ആരും അറിയാതെ വ്രതം ഏറ്റെടുത്ത മനുഷ്യരുടെ മരിയൻ മനസ്സുകളുണ്ട്. ആരുടെയും മുമ്പിൽ പേര് വേണ്ട, ടൈറ്റിലിൽ പേര് വേണ്ട, നമ്മൾ അതിനെയൊക്കെ പുച്ഛിക്കുമെങ്കിലും അതിനൊക്കെ വേണ്ടി നിലകൊള്ളുന്ന ഒത്തിരി പേരുണ്ടെങ്കിലും ടൈറ്റിലുകളിലോ സ്ക്രീനിലോ പത്രങ്ങളിലോ പേര് അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ ചില വ്രതത്തിൻ്റെ പേരിൽ, യേശുവിനോടുള്ള പരിണയ ബന്ധത്തിൻ്റെ പേരിൽ, യേശുവിനോടുള്ള വിവാഹ ബന്ധത്തിൻ്റെ പേരിൽ ചില കുടുംബങ്ങൾ സമ്പത്ത് തീരെഴുതിയത്, ചില വ്യക്തികൾ സ്ഥാനങ്ങൾ തീരെഴുതിയത്, ചില മനുഷ്യന്മാർ അവരുടെ അധികാരം തീരെഴുതിയതിൻ്റെയൊക്കെ വിജയമാണ് ലോകത്തിലെ കർത്തൃ ശുശ്രൂഷകൾ. ഉറപ്പായിട്ടും അതും പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, നന്നായിട്ട് എഴുതും. ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഒരു സ്ഥലത്തും പ്രിന്റ് ചെയ്യാനായിട്ട് അദ്ദേഹം അനുവദിക്കില്ല. അവർക്ക് മറിയം അപാരമായ ഒരു മകുടമായി നിൽക്കും. നൃപനേശുവിൻ പ്രിയനാകുവാൻ ബോണിയുടെ ആ സഹോദരൻ, ആ കൂട്ടുകാരന് ഇനി മാറുവാൻ ഇടയാകും. മറിയം അത് ഇടയാക്കും, സംഭവിക്കുക തന്നെ ചെയ്യും. തെരഞ്ഞു വരും. ഈ അഭിഷേകത്തിൻ്റെ സ്രോതസ് എവിടെ നിന്ന് ആൾക്കാർ തെരഞ്ഞു വരും. എവിടെ കൃപയുണ്ടെങ്കിലും അവിടേക്ക് ആത്മാക്കളും വന്നിരിക്കും. കർത്താവ് അതിൻ്റെ ഒരു വേറൊരു ഇമേജിൽ പറഞ്ഞിട്ടുണ്ട്, ശവമുള്ളിടത്ത് കഴുകന്മാർ വരും, കൃപയുള്ളിടത്ത് ദൈവം അയക്കുന്ന ആത്മാക്കളും വരും. കൃപയാർന്ന നൽ പൂങ്കാവനമേ വ്രതമേറ്റ വിൺ അടിയാട്ടി നീ,
കൃപയാർന്ന നൽ പൂങ്കാവനമേ, വ്രതമേറ്റവിൺ അടിയാട്ടിനി നൃപനേശുവിൻ പ്രിയനായി ഞാൻ ഇനി മാറുവാൻ തുണയേകണേ. മിഴിപ്പൂട്ടി നിൽപ്പൂ നിൻ മുൻപിൽ അമ്മേ, തളിരിട്ട സ്വർഗീയ കൃപ നീ. മിഴിപ്പൂട്ടി നിൽപ്പൂ നിൻ മുൻപിൽ അമ്മേ, തളിരിട്ട സ്വർഗീയ കൃപ നീ. മറിയാമ്പികേ, മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആരും അറിയാതെ വ്രതം സ്വീകരിക്കുന്നവർക്ക് അച്ഛൻ്റെ ഈ വാക്കുകൾ പരിശുദ്ധാത്മാവ് നൽകുന്ന വാക്കുകളാണ്. ചരണം വിൺ പാടട്ടെ ബോണി? അച്ഛൻ പാടിക്കോ. വിൺമന്നതൻ പൊൻപാത്രമേ, കൺമുമ്പിലേ ഉഷതാരമേ, കർത്താവിന് പ്രിയദാസിനി, ഈ ദാസന് പ്രിയമാതനീ, കൈകൂപ്പി നിൽപ്പൂ നിൻ മുമ്പിൽ അമ്മേ, തേൻ ചോരും സ്വർഗീയ കനിനി. കാരണം ബോണി, ഞാൻ ഈ അമ്മ വഴി ഞാൻ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിച്ച ഒരു പ്രാർത്ഥനയ്ക്കും ഒരു തേനഭിഷേകം ഉണ്ടാകാതിരുന്നിട്ടില്ല. തകർന്ന് ഒരു ജീവിതത്തിലൊരു 9-10 തവണയെങ്കിലും എല്ലാം പിടിവിട്ടു പോകുന്ന അനുഭവം, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അമ്മ ഇത്തിരി പോന്ന ഈ അമ്മ വി ദാസി ഇത്തിരി പോന്നവൾ ഒത്തിരി പോന്നവളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് കൈക്കുടന്നേൽ ഞാൻ സ്വീകരിക്കാതിരുന്നത്. പകരം അവൾ തേൻ ചോരുന്ന ഒരു കനിയാണെന്ന് ഞാൻ പറഞ്ഞു തന്ന അതുകൊണ്ടാണ്. ഇനി ബോണി എപ്പം മധുരം കഴിച്ചാലും ഓർത്തോണം, അമ്മ മറിയം തേൻ ചോരുന്ന ഒരു സ്വർഗീയ കനിയാണ്. അമ്മ തേൻ ചോരുന്ന ഒരു കനിയാണ്. കഴിച്ചോ മണി? അമ്മ തേൻ ചോരുന്ന ഒരു കനിയാണെങ്കിൽ നമ്മുടെ ദൈവം എത്രയോ വലിയ ഒരു സ്നേഹമായിരിക്കും. ദൈവത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, തേൻ ചോരുന്ന സ്വർഗീയ കനിയാണല്ലോ നീ. ഞങ്ങളുടെ ആന്തരിക പെടച്ചിലുകളിലും ഉത്തരമില്ലാത്ത സ്വപ്നങ്ങളിലും ഇതുവരെ നടക്കാത്ത പ്ലാനുകളിലും സ്വർഗത്തിൽ നിന്ന് തേൻ തുള്ളി കണ്ണിൻ്റെ മുമ്പിൽ കാണെ വീണ് ഒരു തേനഭിഷേക മുദ്രയിടാൻ ഇടവരുത്തണമേ. അമ്മേ, വിൺമന്നയുടെ പൊൻപാത്രമേ, ഞങ്ങൾക്ക് കൺമുമ്പിലെ ഉഷകാല ദീപമേ, നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞാലും തീരില്ല. നീ ഇത്രമേൽ തേനാണെങ്കിൽ ഞങ്ങളുടെ കർത്താവ് തേൻകട്ടയാണെന്ന് ഈ പാവപ്പെട്ട കഠിനഹൃദയർക്ക് മനസ്സിലാക്കി തരണമേ. അമ്മേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തീ പിടിക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ തണുത്ത് മരച്ച് കിടക്കുമ്പോഴും, ഞങ്ങൾ പച്ച വിറകായി കിടക്കുമ്പോഴും, ഏലിയായുടെ നനഞ്ഞ ബലിവസ്തുവിനെ ഏറ്റെടുത്ത ദൈവത്തോട് ഞങ്ങളുടെ കുതിർന്ന ജീവിതങ്ങളെ ഏറ്റെടുക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മേ, തേൻ ചോരും സ്വർഗീയ കനിനീ. മറിയാമ്പികേ, മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിലെ അൾത്താരയിൽ
പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂകുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. കൃപയാർന്ന നൽ പൂങ്കാവനമേ, വ്രതമേറ്റ വിൺ അടിയാട്ടിനീ. കൃപയാർന്ന നൽ പൂങ്കാവനമേ, വ്രതമേറ്റ വിൺ അടിയാട്ടിനീ. നൃപനേശുവിൻ പ്രിയനായി ഞാൻ ഇനി മാറുവാൻ തുണയേകണേ. മിഴിപ്പൂട്ടി നിൽപ്പൂ നിൻ മുൻപിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപ നീ. മിഴിപ്പൂട്ടി നിൽപ്പൂ നിൻ മുൻപിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപ നീ. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. വിൺമന്ന തൻ പൊൻപാത്രമേ, കൺമുന്നിലേ ഉഷതാരമേ. വിൺമന്ന തൻ പൊൻപാത്രമേ, കൺമുന്നിലേ ഉഷതാരമേ. കർത്താവിന് പ്രിയദാസിനി, ഈ ദാസന് പ്രിയമാദനി. കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തേൻ ചോരും സ്വർഗീയ കനിനീ. കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തേൻ ചോരും സ്വർഗീയ കനിനീ. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂകുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ.